ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ ഖാമൻ നിസാഉ ഹീന യഖ്ലി തസ്ലീമഹു വഹുവ യംകുസു ഫീ മഖാമിഹി യസീറൻ ഖബ്ല അൻ യഖൂമ ഖാലത് നുറാ വല്ലാഹു അലം അന്ന ദാലിക കാന ലികൈ യൻസരിഫ നിസാഉ ഖബ്ല അൻ യുദ്രികഹുന്ന റിജാൽ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉമ്മു സലമ ബീവി പറയുന്നു, നബി സലാം വീട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ആദ്യം എഴുന്നേൽക്കും. നബി സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ ആദ്യം എഴുന്നേൽക്കും. അപ്പോ നബി യംകുസു ഫീ മഖാമിഹി യസീറൻ ഖബ്ല അൻ യഖൂമ, നബി അവിടെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ആ സഹാബ സ്ത്രീ തന്നെ പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് എന്തിനാ നബി ആ കുറച്ചു സമയം ഇരുന്നതെന്നറിയോ, ലിക്കൈ അൻസരിഫൻ നിസാഉ, ബാക്കിലുള്ള പെണ്ണുങ്ങളൊക്കെ ഞാൻ പിരിഞ്ഞു പോയിക്കോട്ടെ, ഖബ്ല അൻ യുദ്രികഹുന്ന റിജാൽ, വഴിക്ക് വെച്ച് പുരുഷന്മാർ അവരുമായി കൂടിക്കലരാതിരിക്കാൻ. കണ്ടോ, സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ നീറ്റു, അവരാദ്യം പോയി അവരുടെ വീടുകളിലേക്ക് എത്തും. എന്നിട്ട് ആണുങ്ങളെ എഴുന്നേൽക്കാറുള്ളൂ. അത്രയും സമയം നബി ആണുങ്ങളും അവിടെ ഇരിക്കും. അപ്പൊ എന്തിനാണത്? വഴികളിൽ വെച്ച് പോലും ഈ നിസ്കരിക്കാമെന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എന്നർത്ഥം. അത് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അതിന്റെ ഇന്ന് തൊട്ട വരിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസോട് മനസ്സിലാക്കാം, അന്യപുരുഷന്മാർ ജമാഅത്തിന് പങ്കെടുക്കുന്ന പള്ളികളിൽ സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷിയായി എന്നർത്ഥം. നമ്മൾ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തു പോയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതായത് നബിയോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തുകൾക്ക് സ്ത്രീകൾ അന്യപുരുഷന്മാരോടൊപ്പം ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിൽ വരാറുണ്ടായിരുന്നു എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണെന്ന് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്കലാനിയും അതേപോലെ തന്നെ പല മുഹദ്ദിസീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അവിടെയും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം ഇത്തിരി നേരെ ഇരുന്നതും എന്തിനാണ്? കൂട്ടപ്രാർത്ഥനയ്ക്ക് വേണ്ടി ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആ പുണ്യം നഷ്ടപ്പെടുത്തൂലല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ നിസ്കാരം ചെല്ലാൻ വിട്ട് അവർ വേഗം പോകും, പിന്നെയാണ് ആണുങ്ങൾ പോവുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വഴികളിൽ വെച്ച് പോലും സ്ത്രീകൾ അങ്ങനെ ഇടകലരേണ്ടതില്ല, ഇടകലരരുത് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം എന്ന് ആ ഹദീസ് നിവേദനം ചെയ്യുന്ന ഉമ്മു സൽമാ ബീവി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.